കണ്ണേ കരളേ വി എസ് എ എന്ന ജനങ്ങളുടെ സ്നേഹവിളികളാൽ നാടാകെ മുഴങ്ങുകയാണ്. ഇല്ല, ഇല്ല, മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഓരോ പ്രവർത്തകനും ഏറ്റുപറയുകയാണ്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ സ്ത്രീകളും കുട്ടികളും അടക്കം വലിയൊരു ജനസാഗരം തന്നെ വഴിയരികിൽ കാത്തുനിൽക്കുന്നു. സമരനായകൻ ഈ നാടിനോട് വിട പറയുമ്പോൾ ഒരു യുഗമാണ് ഇല്ലാതാകുന്നത്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് വി എസ് മല്ലേ മല്ലേ മടങ്ങുകയാണ്. ജനങ്ങളാൽ നിറഞ്ഞ ദേശീയപാതയിലൂടെ വെറും 4 കിലോമീറ്റർ ദൂരം പിന്നിടാൻ 2.5 മണിക്കൂർ സമയമെടുക്കുന്നു വിലാപയാത്രക്ക്. തിരുവനന്തപുരവും കൊല്ലവും പിന്നിട്ട് ആലപ്പുഴയിലെത്താൻ മണിക്കൂറുകൾ ഇനിയും ഏറെ വേണ്ടിവരുന്നു. നേതാക്കളും ഉദ്യോഗസ്ഥരും ഭരണ സംവിധാനവും എല്ലാം കണക്ക് കൂട്ടിയ കണക്കുകളെല്ലാം തെറ്റിക്കുന്ന വിധമാണ് ജനങ്ങളുടെ ഒഴുക്ക്. ദേശീയപാതയിലൂടെ പ്രത്യേകം തയ്യാറാക്കിയ KSRTC ബസ്സിലാണ് വിലാപയാത്രയായി ആലപ്പുഴയിലെ വേലികകത്ത് വീട്ടിലേക്ക് വി എസിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. വീട്ടിൽ പൊതുദർശന ശേഷം ബുധനാഴ്ച രാവിലെ മുതൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും. ശേഷം വൈകിട്ടോടെ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടക്കും. സമരഭൂമിയിൽ തന്നെ വി എസ് അന്ത്യവിശ്രമം കൊള്ളും. അങ്ങനെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറയും.